ഹലോ, ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ പിന്നെ വേറെ ഒന്നും എങ്ങോട്ടും പോയില്ല കേട്ടോ. ഇന്ന് ഇതാ എഗെയിൻ കാലത്തിൻ്റെ മഴയാണ്. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഒരു ബോട്ട് റൈഡാണ് ഇന്നും പ്ലാൻ ചെയ്തേക്കണേ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ട്രാങ് ആൻ. ഇന്നലെ നമ്മൾ പോയത് ട്രാം കോക്കാണ്. ഇത് ട്രാങ് ആൻ ഓൾമോസ്റ്റ് സിമിലറാണ് ബോട്ട് റൈഡ്. പക്ഷേ ഇത് യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിലുള്ള ഒന്നാണ്. സോ ഇതാണ് സ്പെഷ്യൽ. മറ്റേത് ലോക്കൽ സംഭവമാണ്. പക്ഷേ ഓൾമോസ്റ്റ് സിമിലറാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഞാൻ ഇത് കണ്ടിട്ടില്ലല്ലോ. ഇത് കണ്ടിട്ട് പറയാം ഓൾമോസ്റ്റ് സിമിലറാണോ അല്ലേന്ന്. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. അത് ട്രാം കോക്ക്, ഇത് ട്രാം ആൻ. ഇനി ഞാൻ കവിളത്ത് മാർക്കറ്റൊന്നും സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് ട്രാം ആൻ എന്ന് മനസ്സിലാവാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. മഴയുണ്ടെന്ന് തോന്നുന്നു. അതിൽ കുട വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബോട്ട് റൈഡ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ സോളോ ആയതുകൊണ്ട് എൻ്റെ കൂടെ രണ്ട് ആൾക്കാരുണ്ട്. അവരോട് പോട്ടെ. അപ്പോൾ എങ്ങനെ കാണിച്ചു തരാം. നിങ്ങൾക്ക് രണ്ട് വഴിയുണ്ട്. ഒരെണ്ണെന്താ അങ്ങടും ഒരെണ്ണെന്താ ഇങ്ങടും. സോ നമ്മൾ ഈ വഴിയാണ് ചൂസ് ചെയ്തേക്കുന്നത്. രണ്ട് റൂട്ടും രണ്ട് ഡെസ്റ്റിനേഷൻ ആട്ടോ. നമ്മൾ വന്നിക്കണേ ഇവിടെ. ഇതാണ് നമ്മൾ വന്ന ആ ലേക്ക്. ലേക്ക് എന്ന് പറയുമ്പോൾ ലേക്ക് മറ്റേ ടാംകോക്ക് ലേക്കിനെ പോലെ അല്ല കേട്ടോ. ടാംകോക്ക് കുറച്ച് ഡേർട്ടി ആയിട്ടുള്ള വാട്ടർ ആയിരുന്നു. ഇത് കുറച്ചുകൂടി നല്ല ക്ലിയർ ആണ്. നമ്മൾ പൊങ്ങനയിലൊക്കെ പോയ പോലെ നല്ല ഗ്രീൻ കളറുള്ള ലേക്കില്ലേ, സെയിം ഒരു ഫീലിങ്സ് ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ. അമ്പരചുംബികളായ മലയുടെ അടിക്കോട്ടാണ് നമ്മളിപ്പോൾ വന്നത് കേട്ടോ. അടിപൊളിയല്ലായിരുന്നു. ഇതൊന്നും മാൻമെയ്ഡ് അല്ല കേട്ടോ, ഇതൊക്കെ നാച്ചുറലാണേ. ഈ ബാക്കിൽ കാണുന്നുണ്ടോ, ഇതൊരു ഐക്കോണിക് പ്ലേസ് ആട്ടോ. നിങ്ങൾ പിന്നെ അടിച്ചോട്ടാൽ ഇഷ്ടം പോലെ ഫോട്ടോസ് വരുന്നത് ഈ ലൊക്കേഷനിൽ നിന്നായിരിക്കും. ഈ വന്ന കേവ് കുറച്ചുകൂടി ലെങ്തി ആട്ടോ. കുറേ കൂടി ലെങ്ത് ഉണ്ട്. നമ്മൾ കുനിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ തലയിടിക്കും. ഈ കാണുന്ന മലയാണ് കിങ് കോങ് മല. കാണാനൊരു ലുക്കൊക്കെ ഇല്ലേ. ഈ കാണുന്ന വിഷ്വലുണ്ടോ, അത് എൻ്റെ ക്യാമറയിൽ 0.6 ആട്ടോ എൻ്റെ
സ്ക്രീനിൽ ഫുള്ളും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇതിൻ്റെ ഏകദേശം ഹൈറ്റ് ഇപ്പോൾ എത്ര ഉണ്ടാവുന്നു. അത്യാവശ്യം അവിടെ നിന്നൊരു 200 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കണേ. ഈ തുഴയണ ഈ ചേട്ടനുണ്ടോ, ഈ ചേട്ടനെയും ചേച്ചിമാരുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഈ തുഴയുന്നതൊക്കെ ചേച്ചിമാരാ. ഇവരെ സമ്മതിക്കണം. ഞാനൊരു 5 മിനിറ്റ് തുഴഞ്ഞോളൂ. ഇത് പടളി അവർ ഓട്ടോമാറ്റിക്. നമുക്ക് ഈ ട്രിപ്പ് 3 മണിക്കൂറാണ്. ഇതൊരു 2.25 മണിക്കൂറെങ്കിലും മിനിമം ഒരു തുഴയുണ്ടാവും. വീണ്ടും വേറൊരു ഡെസ്റ്റിനേഷൻ വന്നൊക്കെയാണ്. സോയിൻടീൻ ടെമ്പിൾ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇവിടുന്ന് പോവാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം കേട്ടോ. എവിടേക്കാന്നൊന്നും അറിയില്ല, അവിടെ ചെല്ലുമ്പോഴാണ് അറിയുള്ളൂ. ഈ കടന്നു വന്ന കേവാണ് ഹൈഡായ് കേവ്. 150 മീറ്റർ ഉണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ ഇനി ബാക്കിയുള്ള സമയം ഒരു സ്റ്റെപ്പ് ഉണ്ട്, അവിടെ നടക്കുകയാണ്. ഇതാ ഈ ചേട്ടൻ്റെ കൂടെയാണ് നമ്മൾ വന്നേ. പുള്ളി പോവാം കേട്ടോ. അങ്ങനെ അതാണ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് വഴി നടക്കാനുണ്ട്. വൂലാം റോയൽ സ്റ്റെപ്സ്, അതാണ് ഈ സ്റ്റെപ്പിൻ്റെ പേര്. നമ്മളിപ്പോൾ ഇതിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ കയറിയ സ്ഥലമല്ലേ, അവിടേക്ക് തന്നെ തിരിച്ചെത്തും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള തത്രപ്പാടിലാണ്. ബാങ്കോക്ക് ഐലൻഡോ എന്നോ മറ്റാട്ടോ ഇപ്പോൾ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് അവിടെ നിന്ന് കണക്ട് ചെയ്തൊക്കെയാണ് നമ്മുടെ എൻട്രൻസ് പോയിൻ്റ് ഇല്ലേ, അത് അവിടേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകണേ. സ്റ്റെപ്സാണ്, അതാണ് മറ്റേ നേരത്തെ ഒരു സ്റ്റെപ്പിൻ്റെ പേര് പറഞ്ഞില്ലേ, ആ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് തോന്നുന്നത് സംഭവം. സോ ഇതാണ് ബാങ്കോക്ക് ഐലൻഡ്. ഇവിടെ പണ്ട് ആൾക്കാർ താമസിച്ചിരുന്നതൊക്കെ പറയണേ. ഈ കാണുന്ന സ്ട്രക്ചർ ഉണ്ടില്ലേ, അതുപോലെ ഇതാ ഇവിടെ നോക്കിയേ, ഇത് ഇവിടുത്തെ ഒരു വലിയതാണ്. ഇറ്റലിയാണ് സംഭവം യൂസ് ചെയ്തതെന്ന് തോന്നുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഒരു 10-50 മീറ്ററൊക്കെ ഉണ്ടാവും തോന്നുന്നത്. ഇവിടെ നിന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇതിപ്പോൾ ഈ അടുത്തിടയ്ക്ക് അവർ സെറ്റപ്പാക്കി എടുക്കുന്ന സ്ഥലമാണ് എന്ന് തോന്നുന്നു. സംഭവം ഞാനതൊരു വീഡിയോ കണ്ടിരുന്നു. ഇതിൽ ആ ടോപ്പിൽ പപ്പട അങ്ങ് ദൂരെ ഒരു ഹൈ പോയിന്റ് ഒരു വ്യൂ ഉണ്ട്. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെ പോയി എനിക്ക് എങ്ങനെ അവിടെ പോകണമെന്ന് അറിയില്ല. ഞാനിപ്പോൾ അങ്ങോട്ട് പോകും. സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പ് വേണമെങ്കിൽ കയറി പോകാം. അങ്ങോട്ട് നോക്കട്ടെ. അങ്ങനെ ഞാൻ അതിൻ്റെ ടോപ്പിലെത്തി. അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു. ഞാൻ അവിടെ വന്നൊരു 5 മിനിറ്റ് ഇരുന്നു. ഈ മൊമെൻറ്റിൽ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് മാത്രം അത്രയും പാട്ടുണ്ടായുള്ളൂ. ഇപ്പോൾ താഴെ നിന്ന് കാരയ്ക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വ്യൂ കാണിച്ചു തരാം ഇവിടെ നിന്ന് എങ്ങനെ ഉണ്ടെന്ന്. ഇത്രയൊക്കെ ഉള്ളൂ ട്രാങ്ങാനിലെ വിശേഷങ്ങൾ. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇനി അവിടെ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, ഇതിന് ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള സ്ഥലമാണിത്, ഹാങ്മുവ. ഇതിൻ്റെ ഒരു ടോപ്പിലേക്ക് ഒരു 500 സ്റ്റെപ്പുള്ളൊരു ചെറിയൊരു ട്രക്കാണ്. ട്രക്കിംഗ് അല്ല, നമ്മൾ കയറണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ എന്നുള്ളൊരു വ്യൂ പോയിൻ്റ്, അതാണ് സംഭവം. അപ്പം അത് കഴിഞ്ഞിട്ട് നോക്കാം. 100K ആട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എൻട്രൻസ് ട്രാങ്ങാനിൽ 300K കൊടുത്തിട്ടാണ് നമ്മൾ ട്രാങ്ങാനിൽ പോയത്. ഇപ്പോൾ കഴിഞ്ഞ ഡെസ്റ്റിനേഷനിൽ അതിൻ്റെ പ്രൈസ് പറയാൻ മറന്നുപോയി. 3 മണിക്കൂർ. ഇവിടെ വന്ന ടൈമൊന്നുമില്ല, നമ്മുടെ ആവതനുസരിച്ച് പതുക്കെ കയറിയിട്ട് പതുക്കെ വരാം. ഇത് പൊതുവേ സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റ് പോയിൻ്റാണ്. നമ്മളിപ്പോൾ കാലാവസ്ഥ ശരിയല്ലാത്തതുകൊണ്ട് സൺറൈസ് ഒന്നും നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഈ സമയത്ത് കവർ ചെയ്യാമെന്ന് വെച്ചു. ഇപ്പോൾ സമയം ഒരു 1:30 ഇനി ഉച്ച കഴിഞ്ഞ് മഴയാണെങ്കിൽ പിന്നെ നടക്കില്ല, അതുകൊണ്ടാണ്. ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലയിങ് ഡ്രാഗൺ അങ്ങനെയാണ് എൻ്റെ പേര്. അവിടെ ചെറിയൊരു കേവ് ഉണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട്. ഇതാണ് നമുക്ക് ഒരു കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ കിട്ടുന്നൊരു വ്യൂ കേട്ടോ.
അത് ലോട്ടസാണ് കാണണേ, പാടം പോലെ. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. ഇവിടെ 2 വഴിയായിട്ട് തിരിയും കേട്ടോ. ഒരെണ്ണം അത് ലൈൻ ഡ്രാഗൺ, അതിങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ആദ്യം ഈ വഴി കയറിയിട്ട് ഇങ്ങനെ ടോപ്പിലേക്ക്, ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോവാം. ഞാനങ്ങനെ ഇതിൽ ടോപ്പിലെത്തി കേട്ടോ. ഇതാണ് ഈ സൈഡിൽ നിന്ന് കിട്ടുന്നൊരു വ്യൂ. എൻ്റയർ സിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതാണ് ഈ സൈഡിൽ കിട്ടുന്ന വ്യൂ. ഇതാണ് ഇന്നലെ നമ്മ കണ്ടത്. ടാംകോക്കിൽ നിന്ന് നമ്മൾ ബോട്ട് റൈഡ് ചെയ്യുമ്പോൾ ആ തടാകത്തിൽ ആ കാണുന്ന ആരോ വഴിക്കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വരാം കേട്ടോ. ഈ കാണുന്നത് വേറൊരു കുറച്ചും കൂടി അവിടെ നിന്ന് കയറി വന്നു. അപ്പോൾ കിട്ടുന്നൊരു വ്യൂ ആണ് ഈ കാണുന്നത്. വ്യൂ തന്നെ, ഫുള്ള് വ്യൂ. ഇതാണ് ഇതിൻ്റെ ടോപ്പ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇതാണ് ഹാങ് പോവുക, അതിൻ്റെ ടോപ്പിൽ നിന്ന് കിട്ടുന്ന വ്യൂവും. നമ്മൾ പഴനിക്കൊക്കെ പോകാറില്ലേ, പഴനിക്കൊക്കെ പോകുമ്പോൾ പഴനിയുടെ ടോപ്പിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്നൊരു വ്യൂ ഇല്ലേ, അതുപോലെയൊക്കെ തന്നെ. അത്രയൊക്കെ ഉള്ളൂ. ഇറങ്ങാനുള്ളത് അത്ര പടി നോക്കണം. വേണമെങ്കിൽ അവിടേക്ക് പോവാം. പക്ഷെ ഞാനിപ്പോൾ ഓൾറെഡി ഏറ്റവും ടോപ്പിൽ പോയതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ പോയിട്ട് വലിയ പ്രത്യേകിച്ച് വരുന്നില്ല തോന്നുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങാനുള്ളത് നോക്കട്ടെ. ഇന്ന് വന്നിട്ട് 2 ദിവസം അത്യാവശ്യം നല്ല വെതറായിരുന്നു കേട്ടോ. വന്നപ്പോൾ വെതർ റിപ്പോർട്ട് ഇന്ന് നല്ല മഴയാണ് പറഞ്ഞിട്ടുണ്ടായേ. പക്ഷേ ഇതാ ഇപ്പോഴാണ് കുറച്ച് വെയിൽ. മഴ അധികം പെയ്താലും പ്രശ്നം, വെയിൽ അധികം ആയാലും പ്രശ്നം. കാരണം നമുക്ക് ഈ നേരത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലാണെങ്കിൽ ഇവിടേക്കൊന്നും വരാൻ പറ്റില്ല. സൺസെറ്റോ സൺറൈസോ മാത്രമേ പറ്റുള്ളൂ. ഇന്നെന്തോ മഴ പെയ്തില്ല. അത്യാവശ്യം ഞാൻ കയറി പോയിട്ട് ഇപ്പോഴത്തെ വെയിൽ വന്നു തുടങ്ങി. ട്രാങ് ആനാണോ ടാംകോക്കാണോ നല്ലത് ഞാൻ അവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാങ് ആനാണ് എന്തുകൊണ്ട് നല്ലത്, കാരണം ഇത്തെ കംപ്ലീറ്റ് പാക്കേജാണ്. ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് അവിടെ കവർ ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ബോട്ട് റൈഡ് മാത്രമായിരുന്നു. അപ്പോൾ ട്രാങ് ആനിൽ പോകാം എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാവുന്ന ദൂരമുള്ളൂ കേട്ടോ. കാലത്ത് ട്രാങ് ആൻ പോവാം, കാണിച്ച് അവിടെ പോയിട്ട് ബോട്ട് റൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ബുദ്ധ ടെമ്പിൾ ഉണ്ട് ഇവിടെ ഇന്ത്യയിൽ. അതാണ് വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ബുദ്ധ ടെമ്പിൾ. അത് കവർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു സൺസെറ്റ് അതിൻ്റെ ടൈം ആകുമ്പോൾ നിങ്ങളിവിടെ വരാം. എന്നിട്ട് ഹാങ് പോവുക, ട്രക്ക് ചെയ്തിട്ട് മുകളിൽ പോയിട്ട് വ്യൂ കവർ ചെയ്യുക. ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാവുന്നുള്ളൂ. എനിക്ക് സമയമുള്ളതുകൊണ്ട് നാളെയും കൂടി ഉള്ളതുകൊണ്ടാണ്. ഇതേ ആ മുകളിൽ നിന്ന് നമ്മൾ കണ്ട ആ ലോട്ടസ് ഗാർഡനിൽ വന്നുക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ, കണ്ടില്ലേ? ഇഷ്ടം പോലെ ലോട്ടസാണ്, നോക്കത്താ തീർത്തിക്ക്. അടിപൊളി സ്ഥലമാണ്. ഒരു മറ്റേ ഡ്രോൺ ഉണ്ടെങ്കിൽ കുറേ കൂടി അടിപൊളി ഷോട്ട് കിട്ടിയാണ്. ഞാൻ ഇതേ ആംതീൻ വാലി എന്ന് പറഞ്ഞാൽ ഒരു വാലിയിൽ വന്നിക്കാണ്. വാലി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സെറ്റപ്പ് ആട്ടോ. കണ്ടില്ലേ, അതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഒരുപാട് ലാൻഡേൺസ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇതൊരു ചെറിയൊരു ലേക്കാണ്. കൊടൈക്കനാലിൽ നമ്മുടെ ലേക്കൊക്കെ അതിൻ്റെ ഒരു ചെറിയ വേർഷൻ. കൊടൈക്കനാലിലേക്ക് വലിയ ലേക്കല്ലേ, ഇത് ചെറുതാണ്. ഇത് ഞാനൊരു ബൈസിക്കിൾ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് കവർ ചെയ്യാനായിട്ട്. നടന്ന് കഴിഞ്ഞാൽ കുറച്ച് ദൂരം എടുക്കും. അപ്പോൾ ഇതാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. എങ്ങനെയുണ്ട് നോക്കാം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ സ്ഥലത്തേക്ക് വലിയ റെക്കമെൻഡൊന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. ഇത് ഇത്ര വലിയ സംഭവമൊന്നുമല്ല.
നിങ്ങൾക്ക് ഭയങ്കര കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരാം, കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. സമയമില്ലെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ വരും. ബായ്.